ഏവർക്കും സ്വാഗതം. 2026 നോമ്പുകാലം കഴിഞ്ഞ 11 ദിവസങ്ങളിലായി നോമ്പ് എന്നുള്ള ഈ ആത്മീകമായ അച്ചടക്കത്തെ അതിൻ്റെ ആത്മീകവും സാർവലൗകികവുമായ വിധത്തിൽ അല്ലെങ്കിൽ ആശയ തലത്തിൽ എപ്രകാരമാണ് അറിയുകയും ആചരിക്കുകയും ചെയ്യേണ്ടത്, അത് മനുഷ്യൻ്റെ ഹലോക അവസ്ഥയോട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അന്വേഷണമാണ് ഈ പരമ്പരയെ ആകമാനം നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് ഇതിന് മുൻപുള്ള 2-3 വീഡിയോകളിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും അത് ഇടയ്ക്കിടെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കാനുള്ള കടമ സത്യസന്ധമായി എനിക്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ വീണ്ടും അത് നിർവഹിക്കുകയാണ്. കാരണം ലോകത്തിലുള്ള ഏതാണ്ട് 99% ആളുകളും വിഭാഗീയമായി മാത്രം ചിന്തിക്കുന്ന മതങ്ങളുടെ താരിപ്പിൻ്റെ ഇരകളായിരുന്നിട്ട് സാർവലൗകികമായത് മുഴുവനും അവരുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ മൗഢ്യത്തിൻ്റെ അവസ്ഥയിലാകയാൽ ഇപ്രകാരമുള്ള പൊതുവായ ചിന്തകൾ അവർക്ക് അസ്വാരസ്യം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്രകാരമുള്ള അസ്വസ്ഥതയിൽ കൂടെ മാത്രമേ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഇതിനേക്കാൾ മേന്മയേറിയ അവസ്ഥ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു ബോധ്യത്തിലാണ് ഇപ്രകാരമുള്ള അല്പം വിഷമം ജനിപ്പിക്കാവുന്ന ചിന്തകൾ ഞാൻ പങ്കിടുവാൻ കൂട്ടാക്കുന്നത്. നമ്മുടെ അന്വേഷണം നമുക്ക് തുടരാം. ഇന്നത്തെ ഈ വീഡിയോയിൽ, അതായത് 12ാമത്തെ വീഡിയോയിൽ, മനുഷ്യ ജീവിതത്തിൽ സർഗാത്മകതയുണ്ടാകണം, ഫലഭൂഷ്ടി ഉണ്ടാകണം, ഫലശൂന്യത, ഫ്യൂട്ടിലിറ്റി ഓഫ് ഫ്രൂട്ട്ലെസ്നെസ്, അത് മനുഷ്യന് അപമാനവും ശാപവുമാണ് എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയുക. കാരണം വലിയ വലിയ ഭക്തി പൂണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതം കാമ്പില്ലാത്തതായി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ന് മാത്രമല്ല, എക്കാലത്തും ഏതാണ്ട് അതുപോലെ തന്നെ ആയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവർ, ശുഷ്കാന്തിയുള്ളവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പകരുന്നവരുമായി തീരത്തക്കവണ്ണം അവരുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കിയിരുന്നു എന്നതും ഒരു ചരിത്ര സത്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാൻ പലതവണ ഉരുവിട്ടിട്ടുള്ളതാണ്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. നാം പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രകൃതിയിൽ ഒരു വൃക്ഷം പോലും അത് പുറപ്പെടുവിക്കുന്ന പഴങ്ങൾ ഭക്ഷിക്കാറില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ, പ്രകൃതി നിലനിർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ അന്യർക്ക് ഗുണം വരണമെന്ന ജീവിത മർമ്മത്തിൽ മാത്രം ആശ്രയിച്ച്, മനുഷ്യന് മാത്രം തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ശാപം ഉണ്ടാകണം, ഏറ്റവും കൂടുതൽ നഷ്ടവും അപമാനവും അരിഷ്ടതയും ഉണ്ടാകണം എന്ന് ചിന്തിക്കാൻ സാധിക്കും. പ്രകൃതിയിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പ്രകൃതിയിലെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, പിന്നെ ജീവിതം നിലനിർത്താനായി ചില ഇരയെ പിടിക്കുന്നു, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഒരു മാവ് പൂത്താൽ ആ മാമ്പഴം മാവ് ഭക്ഷിക്കാറില്ല, അത് മറ്റുള്ളവരുടെ ദാനമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ ആകമാനം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന ആമുഖമായി ഞാൻ പറയട്ടെ. ഇത് മുൻപ് വീഡിയോയിൽ ഈ പങ്ക്തിയിൽ സ്വീകരിച്ച അതേ സമീപനം നോട്ട്സിൽ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തപ്പോഴുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. കൊണ്ട് അധികം താമസിയാതെ ഉടനെ തന്നെ നമുക്ക് ആ നോട്ട്സിലേക്ക് പോവുകയും അതിനെ മാത്രം വളരെ സ്ട്രിക്റ്റായി പിന്തുടർന്ന് ചില ചിന്തകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ലെൻസിനെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വ്യക്തിത്വത്തിൽ ഫലഭൂഷ്ടി ഉണ്ടാകുക, നമ്മുടെ ജീവിതവും വ്യക്തിത്വവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന ഒരു വലിയ മഹത്തേറിയ ദർശനമാണ് ആത്മീയതയെ ആകമാനം അടക്കി ഭരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ലെൻഡ് നാം എപ്രകാരം മനസ്സിലാക്കണമെന്നും ആചരിക്കണമെന്നും നാം തീരുമാനിക്കേണ്ടത് എന്ന് സുവിശേഷം ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർക്ക് അത് മാത്രമല്ല, ലോകത്തിൽ ആത്മീയത എന്താണെന്ന് അന്വേഷിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുക. ക്രിസ്ത്യാനികളുടെ ഇടയിൽ യഹൂദന്മാരെ പോലെ തന്നെ
അബ്രഹാമാണ് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയാറുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ പ്രത്യേകത എന്താണെന്ന് ക്രിസ്ത്യാനി അന്വേഷിക്കാറില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അബ്രഹാമിനെ ദൈവം അവന്റെ ജന്മനാടിൽ നിന്ന് വിളിച്ച് വാഗ്ദത്ത നാടിലേക്ക് അയക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഒരു ലക്ഷ്യവും നിർദ്ദേശവും എന്താണ്? നീയും നിന്റെ സന്തതികളും ദേശത്തിന് അനുഗ്രഹമായി തീരണം. അത് ആത്മീയതയുടെ ലക്ഷ്യമാണെന്ന് ഇന്ന് ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ അവൻ അല്പം ഒന്ന് ഞെട്ടിപ്പോകാനാണ് സാധ്യത. കാരണം ആ വർഗീയത പൂണ്ട് നമ്മളെ കൊണ്ട് നമ്മളുടെ ആളുകൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം വരുന്നത് ശരിയല്ല എന്ന വിധത്തിലാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അപ്രകാരമുള്ള ചിന്താഗതികൾ ഇപ്പോൾ കേരളത്തിൽ വളരെ മാന്യന്മാരായ ആളുകൾ വിളിച്ചു പറയാറുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിധത്തിലുള്ള സഹകരണവും പാടില്ല. നമ്മുടെ ആളുകൾ അവിടെ കടയിൽ പോയൊരു കാര്യം വാങ്ങിക്കരുത്, നമ്മളെ കൊണ്ട് അവർക്ക് അനുഗ്രഹം ഉണ്ടാകരുത്. ഇപ്രകാരമുള്ള ചിന്തകൾക്കാണ് ഇന്ന് മാർക്കറ്റ് കൂടുതലുള്ളതെന്ന് എനിക്കറിയാമെങ്കിലും ഇതൊരു വലിയ വൈകൃതമാകുകയാണ്. ഈ രോഗം പിടിച്ച് നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് യേശുവിന്റെ ദർശനം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കാനുള്ള കടമയുള്ളത് കൊണ്ട് ഞാനത് നിർവഹിക്കുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവായി കാണുന്ന ക്രിസ്ത്യാനിയെ ദയവായി മനസ്സിലാക്കുക. നിന്നെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് നീ ദേശത്തിന് അനുഗ്രഹമായ തീരത്തക്കോണം വളരുക എന്നുള്ളതാണ്. ഈ ദേശത്തിൽ നീ മാത്രമല്ല, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിശ്വാസികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം അനുഗ്രഹമായ തീരത്തക്കോണം നാം വളരണം എന്നതാണ് ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നത്, എക്കാലത്തും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വലിയ തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പിന്നെ വലിയ വിഷമം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾക്ക് എന്നോട് ഏതെങ്കിലും വിധത്തിൽ സഹകരിപ്പാനോ പങ്കാളിത്തമോ നിലനിർത്തുവാനോ താല്പര്യമുണ്ടെങ്കിൽ തൽഫലമായി നിങ്ങൾ വളരെ ഫലഭൂയിഷ്ടിയുള്ളവരായി തീരും. യു വിൽ പ്രൊഡ്യൂസ് മച്ച് ഫ്രൂട്ട്സ്. അപ്പം ഈ അവസ്ഥ എന്താണെന്നും എന്തല്ല എന്നും നമുക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ അത് സ്പഷ്ടത പ്രാപിപ്പാൻ നമുക്ക് സഹായിക്കുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മൂഢനായ ധനികനെ പറ്റി ഒരു ഉപമ യേശു പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നിലം വളരെയധികം വിളവ് നൽകി അവനവൻ്റെ കളപ്പുരയെല്ലാം വലുതാക്കി പണിത് എല്ലാം അതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ട് പറഞ്ഞു, തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവൻ അത്രമാത്രമേ ഉള്ളൂ, അവൻ്റെ കാര്യം മാത്രം. അത് ദൈവ നിശ്ചിതമായ ജീവിത മർമ്മത്തിൻ്റെ നിരാകാരമാണ്, അതിന് ഘടകവിരുദ്ധമാണ് എന്നതുകൊണ്ട് യേശു പറഞ്ഞു അന്ന് രാത്രി അവൻ ചത്തുപോയി. വളരെ ലളിതമായി പറഞ്ഞാൽ അവൻ്റെ ചിന്തയുടെ പ്രത്യേകത കൊണ്ട് അവൻ ചത്തുപോയി എന്നാണ്. കാരണം അവൻ്റെ കാഴ്ചപ്പാട് മനുഷ്യ ജീവന്റെ മർമ്മത്തിന് ഘടകവിരുദ്ധമാണ് എന്നവൻ അറിയുന്നില്ല. നമ്മുടെ പലവിധമായ മതപരമായ ജൽപ്പനങ്ങളും ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് ഘടകവിരുദ്ധമാണ്, അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള അടിസ്ഥാന വിവേചന ബുദ്ധി നമുക്കില്ലാതെ പോകുന്നത് വളരെ ദൗർഭാഗ്യകരം തന്നെ. ഇനി നമുക്കറിയാം, ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലം എന്താണ് എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല, ഫലം എന്നാണ്, സിംഗുലറാണ്. കാരണം അവിടെ 9 വിശിഷ്ട ഗുണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്ന് മറ്റൊരു നിന്ന് അടർത്തി മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് സ്നേഹം, സമാധാനം, സന്തോഷം. ഈ സ്നേഹമുള്ളടുത്ത് സമാധാനവും, സമാധാനമുള്ളടുത്ത് സന്തോഷവും, സന്തോഷമുള്ളടുത്ത് സ്നേഹവും, സമാധാനമുള്ളടുത്ത് സന്തോഷവും, ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇണചേർന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കണം എന്നുദ്ദേശിച്ചാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല. അവിടെ 9 ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രധാനമായി നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ക്ഷമ ആത്മാവിൻ്റെ ഫലത്തിലൊന്നാണ് ക്ഷമ എന്നുള്ളത്. അത് അതിനോട് ചേർന്നതാണ് ആത്മസംയമനം, ആത്മനിയന്ത്രണം. അത് പുസ്തകം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ അത് മുഴുവൻ സ്നേഹത്തെ പറ്റിയാണ് നമുക്കറിയാം. അവിടെയും ഈ ദീർഘക്ഷമയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു.
നാം ദൈവത്തെപ്പറ്റി ഓർക്കുമ്പോൾ ദൈവം സ്നേഹം തന്നെ ആകയാൽ അനന്തമായി അവൻ സഹിഷ്ണുത കാണിക്കുന്നു. ഗോഡ് ഈസ് എൻഡ്ലെസ് ഇൻ ഹിസ് പേഷ്യൻസ്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ക്ഷമ അല്പം ഒന്ന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വളരെയധികം അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും എന്നതുകൊണ്ട് ഇത് സംബന്ധമായ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നാം ഇവിടുന്ന് മുൻപോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, ഇത് വളരെ പ്രാവർത്തികമായ അർത്ഥവത്തായ ഒരു കാര്യമാകയാൽ അല്പസമയത്ത് ധ്യാനിക്കുന്നത് സമയത്തിൻ്റെ നല്ല ഉപയോഗമായിരിക്കും എന്നതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ക്ഷമയെപ്പറ്റി ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നതിൻ്റെ ഒരംശമാണ് ഈ ക്ഷമ. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്കറിയാം ക്ഷമയില്ലാത്തവൻ്റെ വ്യക്തിത്വം വളരെ ബലഹീനമായിരിക്കും, അല്ലെങ്കിൽ ക്ഷമയുള്ളവൻ്റെ വ്യക്തിത്വം വളരെ ശക്തിയേറിയതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ബലം പ്രാപിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ക്ഷമ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അക്ഷമരായിരിക്കുന്നതുകൊണ്ട് വലിയ നേട്ടമാണ്, യോഗ്യതയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാകും, മനുഷ്യൻ്റെ വ്യക്തിത്വം ശോഷിച്ച് അവൻ ഉണങ്ങി വരേണ്ട ആപ്പിൾ പോലെ ആയി തീർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ആന്തരികമായ ശക്തി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ 2026 ആണ്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ക്ഷമ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ക്ഷമയുടെ 2ാമത്തെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് മനുഷ്യരാശി പുരോഗമിച്ചത് മുഴുവനും ക്ഷമയിൽ കൂടെയാണ്. നമുക്കറിയാം വലിയ വലിയ നേട്ടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഒക്കെ മനുഷ്യൻ ആർജിച്ചു. ഇതിൻ്റെ പുറകിൽ ആകാശത്തോളവും ഭൂമിയുടെ അറുതിയോളവും ക്ഷമിച്ച്, സഹിച്ച്, സഹിഷ്ണുത പാലിച്ച്, അധ്വാനിച്ച് മനുഷ്യരാശിയുടെ നന്മയെ അല്പം ഒന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം പണയപ്പെടുത്തി സേവനം ചെയ്ത ആളുകളുടെ മഹനീയമായ ചരിത്രങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ട്, ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. അതുകൊണ്ട് ക്ഷമയില്ലാത്തവന് ലോകത്തിന് ഗുണം വരുന്ന ഒരു സംഭാവനയും ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അവൻ മറ്റുള്ളവരുടെ കണ്ണിൽ കരടായും എല്ലാവരുടെയും അനുഭവത്തിൽ അരോചകമായ ഒരു അവഗണിക്കേണ്ട പ്രതിഭാസമായും മാത്രം തീരും. കർത്താവ് യേശുക്രിസ്തു കാണിച്ച ക്ഷമ എത്ര വളരെ വലുതായിരുന്നു, ശ്രീ ബുദ്ധൻ കാണിച്ച ക്ഷമ എത്ര വലുതായിരുന്നു, ഗുരു നാനാക്ക് കാണിച്ച ക്ഷമ, ശ്രീ നാരായണ ഗുരു കാണിച്ച ക്ഷമ എത്ര വലുതായിരുന്നു എന്ന് നാം അല്പം ഒന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ഇപ്രകാരം ക്ഷമയുണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ചയുണ്ടാകണം. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ നമുക്ക് ക്ഷമ ആവശ്യമാണ്. അപ്പം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 48-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ സൽഗുണപൂർണരായിരിപ്പീൻ. അങ്ങനെ സൽഗുണപൂർണരാകുക എന്ന അവസ്ഥ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ക്ഷമ എന്ന് പറയുന്ന ഈ ഒരു വലിയ ആന്തരികമായ ശക്തിയാണ്. ഇപ്പം ശരീരത്തിൽ മസിലിന് ശക്തിയുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തിയുടെ പേരാണ് ക്ഷമ എന്നുള്ളത്. ഇത് നാം പ്രത്യേകം തിരിച്ചറിയേണ്ട കാര്യം, ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം അക്ഷമതയുടെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യൻ അഭിമാനം കൊള്ളുന്നത് ക്ഷമയുണ്ട് എന്നതിലല്ല, അവന് ക്ഷമയില്ല എന്നതിലാണ്. ഇപ്പം ചില മലയാളികൾ അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ എന്നതിൽ വലിയ അഭിമാനം കാണിക്കുന്നത് പോലെ, അതിനാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ യുഗത്തിൻ്റെ ദുരഭിമാനം എന്താണ്? ഓ, ഞങ്ങൾക്ക് ക്ഷമയില്ല. അയ്യോ, തൻ്റെ വീഡിയോ 10 മിനിറ്റ് 12 മിനിറ്റ് നീണ്ടുപോകുന്നേ, സഹിക്കുന്നില്ലേ, തലകറക്കുന്നേ, തലചുറ്റിപ്പോൾ ഞങ്ങൾ വീണു പോകുമേ എന്ന് വളരെ അഭിമാനത്തോടെ ചങ്കുപിരിച്ചാണ് പറയുന്നത്. അത് സ്വന്തം ബലഹീനത പൊതുവായിട്ട് വിളിച്ചു പറയുകയാണെന്ന് അങ്ങനെയുള്ള മാന്യ സുഹൃത്തുക്കൾ തിരിച്ചറിയുന്നില്ല എന്നത് അല്പം നർമ്മബോധം ജനിപ്പിക്കാൻ ഇടയാകുന്നതാണ്. ഏതായാലും ഇത് ദയവായി മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് ക്ഷമയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ ദിസ് ഈസ് നോട്ട് ട്രൂ. നമുക്ക് വളരെയധികം ക്ഷമയുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വേണ്ട കാര്യത്തിന് ക്ഷമയില്ല, പ്രയോജനമുള്ള കാര്യത്തിന് ക്ഷമയില്ല, അർത്ഥവത്തായ
ഗാംഭീര്യമുള്ള ആശയങ്ങളുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷമയില്ല. മനുഷ്യന് ദീർഘകാല നന്മ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് ക്ഷമയില്ല. നമുക്ക് ക്ഷമയുള്ള എന്തിനാണ്? ഈ ദിവസം മുഴുവൻ വന്ന് ചെറുപുറ എന്ന് സംസാരിക്കും ആളുകൾ. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഒന്നുമില്ലാതെ, ഒരു വിഷയവുമില്ലാതെ മനുഷ്യർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. അത് 100 വർഷം കണ്ടാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കുന്തവും കിട്ടാൻ പോകുന്നു. ഇപ്പോൾ സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ്, ഞാൻ സ്പോർട്സ് കാണുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അത് ചെറുപ്പത്തിൽ ടെന്നീസും ബാഡ്മിൻ്റനും ഒക്കെ കളിച്ച് അതിനോടുള്ള, ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല, അതിനേക്കാൾ മേന്മയായ ഒരു സമയത്തിൻ്റെ ഉപയോഗമാണ് പുസ്തകം വായിക്കുക, ധ്യാനിക്കുക എന്നുള്ളത്. എന്നാലും മനുഷ്യൻ, ഞാൻ സ്പോർട്സ് കാണുന്നതിൻ്റെ കാര്യം, അവൻ്റെ കായികമായ വിധത്തിൽ അവൻ എത്രമാത്രം പരിപൂർണതയിലെത്താൻ ശ്രമിക്കുന്നു. ദ പെർഫെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, അത് സൗന്ദര്യമേറിയ, ലാവണ്യമേറിയ ഒരവസ്ഥയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ശരീരവും ഇപ്രകാരമുള്ള സാധ്യതകളൊക്കെ ഉള്ളതാണല്ലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നത് ഞാൻ ഈ സമയത്ത് ഒന്ന് സൂചിപ്പിക്കാം. അപ്പം നമുക്ക് ആശയമോ അറിവോ താല്പര്യമില്ല, നമുക്ക് ആസ്വദിക്കണം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നൈമിഷികമാണ്. നമ്മളൊരു സിനിമ കാണാൻ തുടങ്ങി, അത് അവസാനിക്കുമ്പോൾ അതോടുകൂടെ എല്ലാം തീരും. അതിൽ നിന്ന് ഒന്നും തന്നെ വെളിയിലോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ആശയങ്ങളോടുള്ള നമ്മുടെ അലർജിയാണ്. ആശയങ്ങൾ എപ്പോഴും ആഴമേറിയതാണ്. ആഴമേറിയത് മനസ്സിലാക്കാൻ അല്പം ശ്രമിക്കേണ്ടി വരും, ക്ലേശിക്കേണ്ടി വരും. ഈ ആഴത്തിലൂടെ ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമേ മനുഷ്യൻ വളരുകയുള്ളൂ. അങ്ങനെയാണ് മനുഷ്യൻ പുതിയ പുതിയ ചിന്തകൾ പ്രാപിക്കുന്നത്. അങ്ങനെ പുതിയ ചിന്തകൾ പ്രാപിക്കുന്നതിൽ കൂടെയാണ് മനുഷ്യൻ വളരുന്നത്. ഇതൊന്നുമില്ലാതെ ഉപരിപ്ലവമായ കാര്യത്തിൽ മാത്രം താല്പര്യമെടുക്കുകയും രാവിലെ മുതൽ രാത്രി വരെ, ഉറങ്ങുന്നത് വരെ അതിൽ മാത്രം അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നവൻ ബലഹീനനായിരുന്നു, ഇപ്പോഴും ബലഹീനനായിരിക്കുന്നു. ഇനി എത്ര നാൾ ജീവിച്ചാലും ആ ബലഹീനതയെ തുടരുമെന്ന ഒരു വളരെ നിരാശാജനകമായ യാഥാർത്ഥ്യം ഏവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത്രമാണ്. നമുക്കറിയാം, എല്ലാവരുടെയും മനുഷ്യ സ്വഭാവത്തിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ there is a tendency to take the line of least resistance. ഏറ്റവും അനായാസമായി ചെയ്യാവുന്നതെന്നാണ് അത് ഞാൻ തയ്യാറാണ്. രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരുങ്ങി അണിഞ്ഞ് നടക്കുക ഒരു പ്രയാസമൊന്നുമില്ല, ഇരുന്ന് ടെലിവിഷൻ കാണുക പ്രയാസം. പക്ഷെ ഒരു പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ പോയി, ഒരു ആശയത്തെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞോ അയ്യോ തല കറങ്ങുന്നേ. എന്നാൽ അതേസമയം ഇന്ന് ശാസ്ത്രം നമ്മോട് എന്താണ് പറയുന്നത്? ഇപ്പം അല്പം പ്രായമായ ആളുകളൊക്കെ പറയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെമൻഷ്യ പോലെയുള്ള ദാരുണമായ രോഗം വരാതിരിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം തന്ന തലച്ചോറും ശരീരവുമൊക്കെ അത് പ്രയോജനപ്പെടുത്താനായിട്ട്, ഉപയോഗിക്കാനായിട്ട് നൽകിയതാണ്. ഉപയോഗശൂന്യമായത് പട്ടുപോകുമെന്നത് പ്രകൃതിയുടെയും ജീവന്റെയും നിയമമാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ ഇരിക്കുകയും അതിൻ്റെതായ കെടുതികൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാഥാർത്ഥ്യ ബോധം വളർത്തിയെടുക്കുന്നത് ഉചിതമാണ് എന്ന് ഈ സമയത്ത് എവരോടും 2 കൈ കൂപ്പി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ നമുക്കറിയാവുന്ന കാര്യത്തിൽ മാത്രം തങ്ങി നിൽക്കുകയും അറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഭയം അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മളെ സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് മതമാണ്. കാരണം നമുക്കറിയാം, മതം യാഥാസ്ഥികമാണ്. യാഥാസ്ഥികം എന്ന് പറഞ്ഞാൽ പണ്ട് കേട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ വള്ളിയും പുള്ളിയും മാറ്റാതെ കാത്തു സൂക്ഷിക്കുക, അറിയുന്നത് മാത്രം അറിയുക, അറിയാത്തതിനെ വെറുക്കുക. ഇതാണ് മതത്തിൻ്റെ പൊതുവായ സ്വഭാവം എന്നറിയാം. എന്നാൽ യേശു ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമുക്ക് ഇതുവരെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് അറിയേണ്ടത്, ഇതുവരെ അനുഭവിച്ചിട്ടാത്ത കാര്യങ്ങളാണ് നാം അനുഭവിക്കേണ്ടത്. കാരണം എന്നാൽ മാത്രമേ മനുഷ്യൻ വളരുകയുള്ളൂ. അത് നമുക്കറിയാം. അബ്രഹാമിനെ അവൻ്റെ ജന്മനാടിൽ നിന്ന് വിളിച്ച് അവൻ അറിയാത്ത, അവൻ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് പോകണമെന്ന് ദൈവം പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം തന്നെ നീ വളരണമെന്നാണ്. ആ വളർച്ചയിൽ കൂടെയാണ് നീ നിന്റെ സന്തതിയും ലോകത്തിന്, നിന്റെ രാജ്യത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം ഒരു വലിയ വളർച്ച നിന്നിൽ സംഭവിക്കുമെന്ന് ദൈവം പറയുന്നു. അതേ ആശയം യേശു തൻ്റെതായ വിധത്തിൽ പല സന്ദർഭങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്, ഊന്നൽ നൽകി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് മാത്രം ക്രിസ്ത്യാനിയുടെ തലച്ചോറിൽ ഇടം പിടിക്കുന്നില്ല എന്നത് വളരെ ദാരുണമായ ഒരവസ്ഥയാണ്. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ, ഞാൻ 20 വയസ്സ് വരെ കേരളത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ്.
എന്നാൽ ദൈവഹിതം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന 20-ാമത്തെ വയസ്സിൽ നാട് വിട്ട് ഡൽഹിയിലേക്ക് പോയി. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത്, ഒരു സാഹചര്യത്തിൽ ഞാൻ ആയിത്തീർന്നത് കൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച വളരെ വ്യത്യസ്തമായി എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ സംഭവിച്ചു എന്നത് വളരെ നന്ദിയോടെയാണ് ഈ തരുണത്തിലും ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ചിന്തകൾ അനുഭവത്തിൽ കൂടെ വേരൂന്നി നിൽക്കുന്നതാണ് എന്ന് എൻ്റെ ജീവിത അനുഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തട്ടെ. അപ്പം അത് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞത്? നമ്മുടെ ഒരു മത നേതാക്കന്മാരും പറയാത്തൊരു കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത്. നമ്മുടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കരുത്, ഞങ്ങളങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി, കേൾക്കുന്ന കാര്യത്തിനപ്പുറത്ത് നിങ്ങൾ നോക്കരുത്, കാണരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തും. എന്താണ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ നാം കണ്ടെത്തേണ്ടത്. ഇതുവരെ ഉള്ളതിൽ നിന്ന് മുൻപോട്ട് പോകണമെന്നല്ലേ, ഗോ ബിയോണ്ട് ദ ഗിവൺ എന്നല്ലേ എൻ്റെ അർത്ഥം. ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു മത സംവിധാനമോ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്? ഇതൊക്കെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് 2026 ആണ്ടിലെ ഈ നോമ്പ് കാലം അർത്ഥവത്തായി നമുക്ക് അനുഭവമായി തീരണമെങ്കിൽ നാം ഒരു തീരുമാനമെടുക്കണം. അതെന്താണ്? നമ്മുടെ സമയവും താലന്തും നമ്മുടെ ഊർജവും എല്ലാം നമ്മുടെ പൂർണ്ണ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഇനി മുതൽ പ്രയോഗിക്കും എന്ന ഒരു നിശ്ചയം. അതിനെന്ത് വില കൊടുക്കുക? എൻ്റെ വളർച്ച അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യേശു പറഞ്ഞു നിങ്ങൾ സൽഗുണപൂർണരായി തീരുവീൻ. ആ ലക്ഷ്യം പ്രാപ്തിക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ കൊടുക്കും എന്ന ഒരു നിശ്ചയം, ഒരു ദൃഢനിശ്ചയത്തിൻ്റെ അനുഭവമായി 2026 നോമ്പ് ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിന് വിരുദ്ധമായി നിൽക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ബലഹീനതയാണ്. നാം ഇപ്പോൾ അറിഞ്ഞത് മാത്രം, കഴിഞ്ഞ തലമുറകൾ അറിഞ്ഞത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്നാൽ യേശു പറയുന്നു ഈ മതിലുകൾക്കപ്പുറത്ത് പോകുകയും ഇതുവരെയുള്ള ധാരണകളെ കവച്ചു വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാന പ്രമാണമായി പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യത്തിന് അയക്കുമ്പോൾ അവരോട് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് നന്നേ ഓർമ്മയുണ്ട്. നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ആവർത്തിച്ച് യേശു പറയും. കാരണം ഈ ഭയം കൊണ്ടാണ് മനുഷ്യൻ അറിഞ്ഞതിൽ മാത്രം അള്ളിപ്പിടിച്ചിരിക്കുകയും അവൻ്റെ തന്നെ വളർച്ചയുടെയും ഫലഭൂഷ്ടിയുടെയും ശത്രുവായി അവനറിയാതെ തന്നെ ശത്രുവായി ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത്. ഇതാണ് മനുഷ്യന് ദൈവം വിഭാവന ചെയ്ത സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്ത എന്ന് യേശു വെളിപ്പെടുത്തുന്നു. അതായത് ഇതുവരെ ആയതിൽ നിന്ന് മുൻപോട്ട് പോകുക, അന്വേഷിക്കുക, കണ്ടെത്തുക. അങ്ങനെ അന്വേഷിക്കുമ്പോൾ, കണ്ടെത്തുമ്പോൾ പുതിയ അനുഭവങ്ങൾ, പുതിയ സാധ്യതകൾ, പുതിയ ചക്രവാളങ്ങൾ, അത് ഇതിനു മുൻപ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും നിശ്ചയം. അതുകൊണ്ട് ഒന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഭയം പൂണ്ട് പുറകോട്ട് ഓടി അലറി വാലും ചുരുട്ടി ഓടാതിരിക്കേണ്ടതിന് നിങ്ങൾ ഭയരഹിതരായിരിപ്പീൻ. അപ്പോൾ യേശു വിഭാവന ചെയ്ത ജീവിതത്തിൻ്റെ വ്യാകരണം, ദ ഗ്രാമർ ഓഫ് ലൈഫ് എന്താണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകും. വളർച്ചയുടെ ബാഹ്യപ്രകടനമാണ് ഈ ഫലഭൂഷ്ടി, ഫ്രൂട്ട്ഫുൾനെസ്. ആ ഫ്രൂട്ട്ഫുൾനെസ്സിൽ കൂടെയാണ്, അല്ലെങ്കിൽ ആ ഫലഭൂഷ്ടിയിൽ കൂടെയാണ് നാം യഥാർത്ഥത്തിൽ അർത്ഥവത്തായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ ഭരണഘടനയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായെങ്കിലും നമ്മുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യമില്ലാതെ ഉണങ്ങി വരണ്ട ശവം പോലെ ഇങ്ങനെ കഴിയുന്നതിൽ എന്താണ് നേട്ടം? ഞാനിവിടെ ബ്രാക്കറ്റിൽ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമുക്കറിയാം റോമൻ പൗരന്മാരെക്കാൾ ഏതാണ്ട് 4 ഇരട്ടി അടിമകൾ റോമിലുണ്ടായിരുന്നു. അടിമകളെ കൊണ്ടാണ് റോമൻ പൗരന്മാർ ജീവിച്ചത്. എന്നാൽ അടിമകളായിരുന്നവരുടെ ഇടയിൽ സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ കൂട്ടാക്കിയവരെ മോചിപ്പിക്കുകയും മാത്രമല്ല, അവരെ അവരുടെ ആദർശ പുരുഷന്മാരെ സ്വീകരിക്കുന്ന ഒരു വിശാലതയും റോമൻ പട്ടണത്തിൽ ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു, ചില ചക്രവർത്തിമാർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എപ്പിക്റ്റേറ്റസ് എന്ന് പറയുന്ന അടിമ. റോമൻ ചരിത്രത്തിൽ
3 വലിയ ചിന്തകന്മാരുടെ എടുത്താൽ ഒരാൾ എപ്പിക്റ്റേറ്റസ് ആയിരിക്കും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ വളരെ ആവേശത്തോടും ദാഹത്തോടും വിശപ്പോടും കൂടെയാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു അടിമയായിരുന്നു എന്ന് മനസ്സിലാക്കുക. വളർച്ചയിൽ കൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചൊരു അടിമയായിരുന്നു എപ്പിക്റ്റേറ്റസ്. ഇത് നാം പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. വരുന്ന കാലങ്ങൾ ക്ലേശമേറിയതാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. വളരെ ക്ലേശമേറിയ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നു. ഇതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കരുതുന്നത് നമ്മുടെ വളർച്ചയാണ്. ഈ വളർച്ചയിൽ കൂടെ മാത്രമേ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ഈ നോമ്പിനെ നാം മനസ്സിലാക്കേണ്ടത് വർജിക്കുന്നതിൽ കൂടെയല്ല, ആർജിക്കുന്നതിൽ കൂടെയാണ്. തളരുന്നതിൽ കൂടെയല്ല, വളരുന്നതിൽ കൂടെയാണ്. ഇത് പല വിധത്തിൽ യേശു അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഉപമാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഹ്രസ്വമായി പരാമർശിച്ചത് ഞാൻ നിർത്താൻ പോവുകയാണ്. 10 കന്യകമാരുടെ ഉപമയിൽ യേശു 5 കന്യകമാരുടെ കയ്യിലെ വിളക്കിനകത്ത് എണ്ണയില്ലായിരുന്നു എന്ന് പറയുന്നില്ലേ? അതവരുടെ വ്യക്തിത്വത്തിൻ്റെ എന്താണ് പറയുന്നത്, അപൂർണതയെ ചിത്രീകരിക്കുന്നു. കയ്യിലിരിക്കുന്ന വിളക്കിൽ എണ്ണ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വെളിച്ചം പുറപ്പെടുവിക്കുന്ന പൂർണ്ണത എന്ന സൗന്ദര്യം ആ വിളക്കിന് അല്ലെങ്കിൽ ആ വിളക്ക് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വത്തിന് പ്രാപ്തമാകുകയുള്ളൂ എന്ന മഹനീയമായ അതിമനോഹരമായ ഒരു ചിന്തയാണ് യേശു അവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ മാഹാത്മ്യം എത്ര തിരിച്ചറിയുന്നു എന്നത് സംശയമാണ്. ഏതായാലും അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള വലിയ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം പലവിധമായ ഒഴികഴിവുകൾ പറഞ്ഞ് നമ്മളതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ റെഡ് ലെറ്ററിൽ എഴുതി വച്ചിരിക്കുന്നത് റിനൗൺസ് ലക്ഷറി ഓഫ് എക്സ്ക്യൂസസ്. ഞാൻ അനേകം ആളുകളുമായി ഇടപെട്ടിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു അവസരം കൊടുത്താൽ അയ്യോ അതെന്നെ കൊണ്ട് ഒക്കത്തില്ല, ഒക്കത്തില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ടൊരു 100 ഒഴികഴിവുകൾ പറയും. അപ്പം നമ്മുടെ തന്നെ വളർച്ചയുടെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സഫലീകരണത്തിൻ്റെയും ഏറ്റവും വലിയ വിലങ്ങുതടിയാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒഴികഴിവുകൾ കണ്ടുപിടിക്കാൻ നമ്മുടെ സാമർഥ്യമാണ്. എന്തുകൊണ്ടാണ് നാം ഒഴികഴിവുകൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മടി കൊണ്ടും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിഷേധാത്മകതയുടെ ആത്മാവ് കൊണ്ടുമാണ്. ഈ അടിമത്വത്തിലാണ് നാം കഴിയുന്നത്. അടിമത്വത്തിൻ്റെ എന്താ പറയുന്നത്, നിഷ്ക്രിയതയുടെ അടിമത്വം, മടി പൂണ്ടിരിക്കുന്നതിൻ്റെ അടിമത്വം, നിഷേധാത്മകതയുടെ അടിമത്വം, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മെ കെട്ടിവരഞ്ഞ് മുറുക്കിയിട്ടിരിക്കുകയാണ്. കഷ്ടിച്ച് ശ്വാസം വലിക്കുന്നു മാത്രമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് യേശു പറയുന്ന സർവ്വലൗകികമായ ആത്മീയ ലക്ഷ്യത്തെ ഒന്ന് പരിചയപ്പെടുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിത ദർശനത്തെയും പ്രവർത്തനങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനും രൂപീകരിക്കുവാനും ഈ 2026 നോയമ്പ് കാലം സഹായിക്കട്ടെ. അതിന് വിലങ്ങുതടിയായി നിൽക്കാൻ നിങ്ങൾ ഒന്നിനെയും അനുവദിക്കയില്ല എന്ന പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചിന്താ പരമ്പരയിൽ നിരന്തരം കിടക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.